ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസ് ലാഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇതും മേ ബി 2-3 മാർക്സിന് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതാറുണ്ട്. അപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസ് എന്ന് പറഞ്ഞ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നൊരു രീതിയെ പറ്റി പഠിച്ചു. ഈ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്നുവെങ്കിലാണ് നമ്മൾ ഈ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ആ ഒരു രീതി പറയുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റൊരു രീതിയാണ്. മറ്റൊരു രീതിയിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നുവെങ്കിൽ അതിനെ ഇഫ് എൽസ് ലാഡർ എന്ന ഫോർമാറ്റ് നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് മേ ബി തിയറി ക്വസ്റ്റ്യനായിട്ട് മേ ബി എക്സ്പ്ലെയിൻ ഇഫ് എൽസ് ലാഡർ എന്ന് വേണം 2-3 മാർക്സിന് ചോദിക്കാം. അതല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എഴുതും. അപ്പോൾ ഇഫ് എൽസ് ലാഡറിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പിളായിട്ട് 2 പ്രോഗ്രാമും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ ഇഫ് എൽസ് ലാഡർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ സാധാരണ രീതിയിൽ പ്രോഗ്രാമിന് ഔട്ട്പുട്ട് കിട്ടേണ്ട രീതിയിൽ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. അത് എഴുതി വരുന്ന സമയത്ത് ഇങ്ങനെ ലാഡർ പോലെ ആയി വരും. അതായത് അതിൻ്റെ ഒരു സിൻറ്റാക്സ്, സാമ്പിൾ സിൻറ്റാക്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുവെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മേ ബി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആവാം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഇട്ടായിരിക്കും നമ്മളിത് മെൻഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ഇത് സാമ്പിൾ സിൻറ്റാക്സ് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വീതമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റോ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുവെങ്കിൽ കേർലി ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെ മനസ്സിലാവും. ആദ്യം ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ എൽസ് ഇഫ് കണ്ടീഷൻ, അടുത്ത് മറ്റൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, വീണ്ടും എൽസ് ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കണ്ടീഷൻ, പിന്നെ എൽസ് ഇഫ് എന്ന് പറഞ്ഞ് മറ്റൊരു കണ്ടീഷൻ, അങ്ങനെ കൊടുത്തു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ലാഡർ എന്നൊരു പേരിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഇവിടെ കണ്ടീഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ, അതായത് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ ഇഫ് അതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ അത് ഇതിന് പുറത്തോട്ടിറങ്ങി ബാക്കി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ കണ്ടീഷൻ, ഇത് ആദ്യം ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അത് ട്രൂ, അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആകുന്നു എങ്കിൽ ഈ ഇഫിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം എൽസിൻ്റെ അങ്ങോട്ട് പോകും. അതായത് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം എൽസിലോട്ട് പോകും. ഈ എൽസിലെന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വേറൊരു കണ്ടീഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എൽസിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അത് സ്കിപ്പ് ചെയ്തിട്ട് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത എൽസിൻ്റെ അടുത്തോട്ട് പോകും. അതിൽ വെച്ച് വീണ്ടും അടുത്ത മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്യും. അതേസമയം ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അടുത്ത എൽസിലോട്ട് പോകും. അങ്ങനെ ഈ എൽസ് ഇഫ് ഓരോ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്ത് പോകും. എവിടെ വെച്ചാണോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്, അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സ്കിപ്പ് ചെയ്യും. ഈ എൽസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ പുറത്തുള്ള നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല. ഇവിടെ ഇപ്പം 4-5 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് അവസാനം എൽസ് എന്ന് പറഞ്ഞ് മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്കി എല്ലായിടത്താണ് എൽസ് ഇഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അതായത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എല്ലാ കണ്ടീഷൻ്റെയും ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വെറും എൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓപ്ഷണലായിട്ടുള്ള ഒരു സംഭവമാണ്. നിർബന്ധമായും ഏറ്റവും അവസാനം എൽസ് എന്ന് പറഞ്ഞ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അങ്ങ് ഒഴിവാക്കാം. പക്ഷേ സാധാരണ പ്രോഗ്രാം എഴുതുമ്പം ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതായത് ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എൽസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു എൽസ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു അവസരത്തിലാണ്.
ഈ എല്ലാ കണ്ടീഷനും ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളൂ. എല്ലാ കണ്ടീഷനും ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഏറ്റവും അവസാനം വെറും എൽസ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഇഫ് എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് എൽസ് ഇഫ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് നമുക്ക് 2 പ്രോഗ്രാം ഡിസ്കസ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാം. സാമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പം നമ്മൾ 2 വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വരും. എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് എൻ എന്ന് പ്രോഗ്രാം ചോദിക്കും. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കും. 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ എന്നും ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ 3-4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ വൈയുടെ ആൻസറാണ് കണ്ടെത്തേണ്ടത്. വൈ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ എക്സിൻ്റെ എന്നിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വൈയുടെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഈ എന്നിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. സപ്പോസ് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് വൈയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ആദ്യം എക്സിൻ്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്ത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതേസമയം എന്നിൻ്റെ വാല്യൂ 2 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചായിരുന്നു നമ്മൾ വൈയുടെ ആൻസർ കണ്ടെത്തേണ്ടത്. അതേസമയം എന്നിൻ്റെ വാല്യൂ 3 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താണ് നമ്മുടെ വൈയുടെ ആൻസർ കണ്ടെത്തേണ്ടത്. അതല്ല ഈ 1 2 3 എന്നിൻ്റെ വാല്യൂ 1 2 3 അല്ല, അതല്ലാതെ വേറെ ഏത് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും, അതായത് എന്നിൻ്റെ വാല്യൂ >3 അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ <1, അപ്പം എന്നിന് വേറെ ഏത് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 2 വാല്യൂസേ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കത്തുള്ളൂ, എക്സിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ. ഈ എന്നിൻ്റെ വാല്യൂ ബേസ് ചെയ്താണ് ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യണം, ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വൈയുടെ വാല്യൂ കണ്ടെത്തണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. അപ്പം എന്നിൻ്റെയും എക്സിൻ്റെയും വാല്യൂ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് വൈയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് ആ വൈയുടെ വാല്യൂ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. നമ്മുടെ എൽസ് ഇഫ് ലാഡറിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാനിവിടെ ആദ്യം എക്സിൻ്റെ എന്നിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 6ഉം എന്നിൻ്റെ വാല്യൂ 2 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 + x/n ആണ് ഇക്വേഷൻ. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ 6 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2. അപ്പോൾ ഇത് രണ്ടും കൂടെ 6 / 2 കൊടുക്കുമ്പോഴേക്കും 3 കിട്ടും. 3 + 1 4. ആ 4 ആണ് ഈ വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. വൈയുടെ വാല്യൂ 4 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1.5 എന്നും എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഈ ഇക്വേഷനായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ 1.5 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 1.5 1 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 2.5 കിട്ടും. ആ 2.5 ആയിരിക്കും വൈയുടെ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റീജർ നമ്പർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതേസമയം എക്സിൻ്റെ വാല്യൂ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പിന്നെ അതാ ഇവിടെ 1 + x⁻n. ഈ x⁻n എങ്ങനെ അച്ചീവ് ചെയ്യും? അതിനുവേണ്ടി POW എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, പവർ ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ POW എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റിനകത്ത് x, n എന്ന് കൊടുത്താൽ അവിടെ x⁻n ആ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. POW എന്ന് എഴുതി ബ്രാക്കറ്റിനകത്ത് x⁻n. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. POW എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അപ്പം math.h എന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ ആഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം സ്വയം ഒന്ന് എഴുതി നോക്കുക. സ്വയം എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഔട്ട്പുട്ടൊക്കെ നോക്കി ഇക്വേഷനൊക്കെ വെച്ച് നോക്കി നിങ്ങൾ പ്രോഗ്രാം ഒന്ന് സ്വയം കാണാതെ എഴുതി നോക്കുക. നിങ്ങളത് കണ്ടിട്ട് മതി. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ട് കാണാതെ എഴുതി നോക്കിയാൽ മതി. കാണാതെ എഴുതി നോക്കിയാൽ മാത്രമേ സംഭവം മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഞാൻ പറയുന്നത് മാത്രം നോക്കിക്കൊണ്ടെന്ന് ഐഡിയ തലയിലോട്ട് കയറത്തില്ല. അപ്പോൾ ആദ്യം ഹെഡർ ഫയൽസ് studio.h math.h നമ്മളോട് ഉപയോഗിച്ചിട്ടുണ്ട്. math.h ഉപയോഗിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. POW എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ പവർ ഓഫിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് x⁻n കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് math.h എന്ന് പറയുന്ന ഹെഡർ ഫയലും കൂടെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ n നമ്മളൊരു ഇൻറ്റീജർ വേരിയബിളായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഫ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ, പിന്നെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ഇക്വേഷൻ സോൾവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട അതിൻ്റെ വേരിയബിൾ y.
അപ്പോൾ അത് രണ്ടും നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ എക്സിലോട്ടും രണ്ടാമത്തെ എന്നിലോട്ടും സേവ് ചെയ്യുന്നു. അപ്പോൾ %F %D എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്താൽ മതി, 2.0 ആയിട്ട് അതങ്ങ് എടുത്തോളും. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സിലോട്ടും രണ്ടാമത്തെ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് ആദ്യം അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇഫ് എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, n = 1. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. അതായത് n-ൻ്റെ വാല്യൂ =1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ n-ൻ്റെ വാല്യൂ 3 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല, പകരം എൽസിലോട്ട് പോകും. എൽസിൽ അടുത്ത രണ്ടാമതൊരു കണ്ടീഷനാണ് എൽസിൽ ഇവിടുത്തെ ഒരു ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത്. എൽസിഫ് എന്നും പറഞ്ഞിട്ട് n = 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് n-ൻ്റെ വാല്യൂ =2 ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ 3 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അടുത്ത എൽസിഫിലോട്ട് പോകും. ഇവിടുത്തെ എൽസിഫിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ n = 3 ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, കാരണം 3 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. 1 + POW ബ്രാക്കറ്റിൻ്റെ അകത്ത് x, n ഈ ഒരു സംഭവമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ 2 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്, n-ൻ്റെ വാല്യൂ 3 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ യൂസ് ചെയ്ത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് y-യുടെ വാല്യൂ കണ്ടെത്തും. അതിനുശേഷം ഈ എൽസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതോടെ എക്സിക്യൂട്ട് ചെയ്തല്ലോ, പിന്നെ ഈ എൽസിൻ്റെ കൂടെയുള്ള എൽസിഫുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ അടുത്ത പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് printf എന്ന് പറഞ്ഞ് ഈ ടെക്സ്റ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയ വാല്യൂ എത്രയാണ്, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് y-യുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തി അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ നമ്മൾ n-ൻ്റെ വാല്യൂ 3 വരെ 1 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ കണ്ടീഷൻ ആയിരിക്കും ട്രൂ ആവുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നു. ഈ ട്രൂ ആവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി എൽസിഫിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ printf എന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ printfൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ബാക്കി എൽസിഫിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതേസമയം നമ്മളിപ്പോൾ n-ൻ്റെ വാല്യൂ 10 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നോക്കുക, ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിരിക്കും, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഇവിടെ കണ്ടീഷനൊന്നും കൊടുത്തിട്ടില്ല. അതായത് n-ൻ്റെ വാല്യൂ ഏത് വേണോ ആവാം. ഇവിടുത്തെ 1ഉം 2ഉം 3ഉം അല്ലാത്ത ഏത് വാല്യൂ n-ന് വന്നാലും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നതാണ് മീനിങ്. നമ്മളുടെ n-ൻ്റെ വാല്യൂ 10 കൊടുത്താലും 20 കൊടുത്താലും അല്ല -5 കൊടുത്താലും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് എൽസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ കൊടുത്തിട്ടുള്ള എൽസിഫിൻ്റെ കൂടെ ഇഫിൻ്റെ കൂടെയുള്ള കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എക്സിക്യൂട്ട് ആവും. ഇവിടുത്തെ ഈ ഒരു കണ്ടീഷനൊന്നും ട്രൂ ആവുന്നില്ല, ഫാൾസ് ആവുകയാണെങ്കിൽ നേരെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം printf എന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ആവുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ പ്രോഗ്രാം എഴുതി നോക്കുക. സ്വന്തമായിട്ട് എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇഫ് എൽസിഫ് ഇങ്ങനെ എഴുതി പോകുന്ന ആ ഒരു രീതിയാണ് എൽസിഫ് ലാഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് എൽസിഫ് ലാഡർ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുക എന്നൊന്നും സാധാരണ ചോദിക്കാൻ വഴിയില്ല. നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി പോകുന്നതാണ്. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ ഇങ്ങനെ വേണം എഴുതേണ്ടത്. ഇഫ് എന്ന് എഴുതി, അത് കഴിഞ്ഞ് എൽസിഫ് എന്ന് എഴുതും, പിന്നെ എൽസിഫ് എന്ന് എഴുതും. ഇങ്ങനെ എഴുതിയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി പോകുമ്പോൾ ആ ഒരു രീതിയെ എൽസിഫ് ലാഡർ എന്ന് നമ്മളതിനെ വിളിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ നിർബന്ധമായും എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ഈ പ്രോഗ്രാം എഴുതുക എന്നൊന്നും സാധാരണ എക്സാമിന് ചോദിക്കത്തില്ല. ഇനി നമുക്ക് അടുത്ത ഒരു സിമ്പിൾ പ്രോഗ്രാമും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതും വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇതും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ സംഭവം ഐഡിയ മനസ്സിലാക്കണം. ഇതൊരു കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് നമ്മൾ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് നടത്തി അതിനനുസരിച്ച് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് എത്ര എമൗണ്ട് കമ്മീഷൻ കിട്ടുന്നു അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം സെയിൽസ് എമൗണ്ട്, ആ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എത്ര രൂപയ്ക്കുള്ള സെയിൽസ് നടത്തി എന്നുള്ളത് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. എമൗണ്ട് എത്രയാണെന്ന് എൻ്റർ ചെയ്യാൻ ചോദിക്കും. ഇവിടെ ഇപ്പം 1800 1800 റുപ്പീസ് 1800 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് അത്രയും സെയിൽസ് നടത്തിയാൽ എത്ര കമ്മീഷൻ അയാൾക്ക് കിട്ടി എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ കാണിക്കണം. ഇവിടെ എൻ്റെ സെയിൽസ് എമൗണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കമ്മീഷൻ എമൗണ്ട് ഈസ് എന്ന് പറഞ്ഞ് അതിനുള്ള കമ്മീഷൻ എത്രയാണെന്ന് എഴുതി കാണിക്കുന്നു. അപ്പം കമ്മീഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്.
അപ്പോൾ അതിനൊരു സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കുള്ള സെയിൽസാണ് നടത്തിയിരിക്കുന്നത്, അതിനനുസരിച്ച് അയാൾക്ക് എത്ര രൂപയുടെ കമ്മീഷനാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു 4 സ്ലാബിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലാബ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ആ സ്ലാബ് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഇഫ് സെയിൽസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 rupees, 500 രൂപയോ അതിൽ താഴെയോ, ശ്രദ്ധിക്കുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്, അതായത് 500 രൂപയോ അതിൽ താഴെയോ എമൗണ്ടാണ് അയാൾ നടത്തിയ സെയിൽസ് എങ്കിൽ കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ 5% ആയിരിക്കും. എത്ര രൂപയുടെ സെയിൽസാണോ നടത്തിയത് അതിൻ്റെ 5% കമ്മീഷനായിട്ട് കിട്ടുന്നത്. അതേസമയം അയാളുടെ സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 500ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000, 500 രൂപയ്ക്ക് കൂടുതലോ, 500 രൂപയല്ല 500 രൂപയിൽ കൂടുതലോ. 500 രൂപയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലാബ് ആദ്യത്തെ സ്ലാബ് ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്ലാബ് എന്ന് പറയുമ്പോൾ 500-ൽ കൂടുതൽ രൂപയോ അല്ലെങ്കിൽ 2000-ഓ അതിൽ താഴെയോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000-ഓ അതിൽ താഴെയോ ആണ് അയാളുടെ സെയിൽസ് എമൗണ്ട് എങ്കിൽ അയാളുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 35 rupees പ്ലസ് 10% എബോവ് 500. 500 രൂപയിൽ കൂടുതൽ അയാൾ എത്ര സെയിൽസ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ 10%. ഇപ്പോൾ 700 ആണ് അയാളുടെ സെയിൽസ് എങ്കിൽ 500-ൽ കൂടുതൽ, 700 എന്ന് പറയുന്നത് 500 കാലം 200 rupees കൂടുതലാണ്. ആ 200 rupees-ൻ്റെ 10% കൂടെ അയാൾക്ക് കിട്ടും. അതായത് 35 പ്ലസ് 200 rupees-ൻ്റെ 10%. അതാണ് രണ്ടാമത്തെ സ്ലാബ്. അടുത്തത് 2000 rupees-നെക്കാളും കൂടുതൽ പക്ഷേ 5000 rupees-ഓ അതിൽ താഴെയോ ആണ് അയാളുടെ സെയിൽസ് എമൗണ്ട് എങ്കിൽ അയാളുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 185 rupees-ഉം പിന്നെ 2000 രൂപയിൽ കൂടുതൽ എത്ര എമൗണ്ട് സെയിൽസ് ഉണ്ടാക്കി അതിൻ്റെ 12%. അപ്പോൾ 185 പ്ലസ് 12% ഓഫ് എബോവ് 2000 rupees. അപ്പോൾ ഇതായിരിക്കും അയാളുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതേസമയം അയാളുടെ സെയിൽസ് എത്ര രൂപ സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5000 rupees ആണ് എങ്കിൽ അയാളുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 12.5%. അപ്പോൾ ഇതാണ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലാബ് ബേസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പം അയാളുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 400 rupees ആണെങ്കിൽ കമ്മീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 400 rupees എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്ലാബിൽ വരുന്നതാണ് അതെന്ന് പറയുന്നത്. ആദ്യത്തെ സ്ലാബിൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 5% ആണ്. 500 രൂപയിൽ താഴെയാണ് സെയിൽസ് എമൗണ്ട് എങ്കിൽ 5% ആണ് കമ്മീഷൻ. അതായത് 400 × 0.05 അതാണ് അയാളുടെ കമ്മീഷൻ എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് 20 rupees. അതേസമയം 1000 rupees ആണ് അയാളുടെ സെയിൽസ് എമൗണ്ട് എങ്കിൽ രണ്ടാമത്തെ സ്ലാബിലോട്ടോ 500-നും 2000-നും ഇടയ്ക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ 35 പ്ലസ് 10% ഓഫ് 500 എബോവ് 500 rupees. 500 രൂപയിൽ കൂടുതൽ അയാൾ എത്ര സെയിൽസ് പിടിച്ചു അതിൻ്റെ 10% കൂടെ കിട്ടും ഈ 35-ൻ്റെ കൂടെ. അപ്പം അത് 35 പ്ലസ് 1000 മൈനസ് 500, ഈ 500 കൂടുതൽ എത്ര രൂപ അയാൾ പിടിച്ചു 1000 മൈനസ് 500 ഇൻറ്റു 0.1 അതിൻ്റെ 10%. അപ്പോൾ ഒരു 85 rupees എന്ന് കിട്ടും. അതുപോലെ തന്നെ 3000 rupees ആണ് എങ്കിൽ 185 പ്ലസ് 2000-ൽ കൂടുതൽ എത്ര എമൗണ്ട് സെയിൽസ് പിടിച്ചു അതിൻ്റെ 12%. അപ്പം 3000 മൈനസ് 2000 ഇൻറ്റു 0.12, അപ്പോൾ ഒരു 305 rupees എന്ന് കിട്ടുന്നു. അതേസമയം അയാളുടെ സെയിൽസ് 6000 ആണ് എങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 12.5% ആണ് കമ്മീഷൻ. അതായത് 6000 ഇൻറ്റു 0.125 ഈക്വൽ ടു 750 rupees ആയിരിക്കും അയാളുടെ കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെ കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണം. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര സെയിൽസ് ആണ് ആ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കിയത്. അപ്പം ആ എമൗണ്ടാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇഫ് എൽസ് ലാഡർ എന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഇഫ് എൽസ് ലാഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ആ ഇഫ് എൻ്റെ കണ്ടീഷനായിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഇഫിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആണോ എന്ന കണ്ടീഷനായിരിക്കും ആദ്യത്തേൽ കൊടുക്കുന്നത്. അതല്ല എങ്കിൽ എൽസ് ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കണ്ടീഷൻ കൊടുക്കും. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2000 ആണോ എന്നാണ് അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ പ്രോഗ്രാം നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നില്ല എങ്കിൽ ഞാനിപ്പം പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൂ. ഇത്രയും വലിയ സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ പ്രോഗ്രാമാണെന്ന്. പ്രോഗ്രാമൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കുക. ഇവിടെ ആദ്യം ഞാൻ ഇവിടെ സെയിൽസ് എമൗണ്ട് സാമ്പിളായിട്ട് 4200 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ എമൗണ്ട് 449 rupees എന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ സെയിൽസ് എമൗണ്ട് എന്നുള്ളത് ഒരു ഇൻഡീജർ വാല്യൂ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്മീഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസും ഫ്ലോട്ട് ഇങ്ങനെ 2 വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റർ ദി സെയിൽസ് എമൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആ ഒരു കണ്ടീഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ സ്ലാബിലൂടെ കൊടുത്തിട്ടുള്ളത് സെയിൽസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആണ് എങ്കിൽ കമ്മീഷൻ 5% എന്നാണ് ആദ്യത്തെ സ്ലാബ്. അതാണ് ആദ്യത്തെ കണ്ടീഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സെയിൽസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 എന്ന കണ്ടീഷൻ ചോദിക്കുകയാണ്. അപ്പം സെയിൽസ് എന്ന് പറഞ്ഞാൽ 500 rupees-നെക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4200 ആണല്ലോ. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ കമ്മീഷൻ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും.
ആ എമൗണ്ട് സെയിൽസ് എമൗണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് LCF ഒന്ന് ബാക്കി വരുന്ന LCF ഒന്നും എക്സിക്യൂട്ട് ചെയ്ത് നേരെ പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എമൗണ്ട് അതല്ല, 4200 ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. നേരെ അടുത്ത എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നു. ഇവിടെ അത് സെയിൽസ് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഗ്രേറ്റർ ദാൻ 2000 ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു, ഇവിടെ നമ്മുടെ സ്ലാബ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 500 ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. 500 രൂപീസിൽ കൂടുതലും ആയിരിക്കണം, എന്നാൽ 2000 രൂപീസിൽ കുറവുമായിരിക്കണം. പക്ഷേ ഇവിടെ അത് പ്രോഗ്രാം എഴുതപ്പോൾ നമ്മൾ സെയിൽസ് ലെസ് ദാൻ 2000 എന്ന് മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? 500 രൂപയിൽ കൂടുതലാണ് എങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, പിന്നെ അതൊന്നും ബാക്കിയൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തുമില്ല. അപ്പോൾ അതായത് സെയിൽസ് എമൗണ്ട് ലെസ് ദാൻ 500 ആണ് എങ്കിൽ ഈ കണ്ടീഷനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ടാണ് അടുത്ത LCFിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും അത് ഗ്രേറ്റർ ദാൻ 500 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഗ്രേറ്റർ ദാൻ 500 തന്നെയായിരിക്കും. ലെസ് ദാൻ 500 ആണെങ്കിൽ ഇവിടെ അതങ്ങ് സാറ്റിസ്ഫൈ ആയി ഇതങ്ങ് എക്സിക്യൂട്ട് ചെയ്തന്നെ. അപ്പം ഗ്രേറ്റർ ദാൻ 500 ആയതുകൊണ്ടാണ് LCFിലോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2000-നേക്കാളും കുറവാണോ എന്ന് മാത്രം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സെയിൽസ് 2000-നേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കുറവാണ് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4200 ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ടും ഫാൾസ് ആയിരിക്കും. നേരെ LCFിലോട്ട് വരിക. ഇവിടെ സെയിൽസ് ലെസ് ദാൻ 5000 ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 2000 ബട്ട് ലെസ് ദാൻ 5000 എന്നൊരു സ്ലാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലെസ് ദാൻ 2000 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്നാലും ഗ്രേറ്റർ ദാൻ 2000 തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം അല്ലെങ്കിൽ ഇവിടെ വെച്ച് അത് സാറ്റിസ്ഫൈ ആവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ 5000 ആണോ എന്ന് മാത്രമേ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആകും. കാരണം നമ്മളിവിടെ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4200 ആണ്. അപ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയും ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. എക്സിക്യൂട്ടായി കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തില്ല, നേരെ പ്രിൻ്റ് ഓഫ് ഏറ്റവും പുറത്തുള്ള പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സപ്പോസ് ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം 6200 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ഫാൾസ് ആവും. 6200 ആണ് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ഫാൾസ് ആയിരിക്കും. നേരെ എൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടീഷൻ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 5000 ആണോ എന്ന് ചെക്ക് ചെയ്തു, അതും ഫാൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ഗ്രേറ്റർ ദാൻ 5000 ആണ് എന്നാണ്. അപ്പോൾ അവിടെ ഇപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേറ്റർ ദാൻ 5000 എത്രയായിരുന്നാലും ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൽസ് എന്ന് പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ 6200 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളിതിപ്പം കണ്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ കാണാതെ ഈ പ്രോഗ്രാം ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കി പറ്റുമെങ്കിൽ അത് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുക, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് എവിടെയാണ് മിസ്റ്റേക്ക്, എന്തെങ്കിലും വല്ല സെമിക്കോളം വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മിസ്റ്റേക്ക്. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ കണ്ടുപിടിച്ച് തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ LCF ലാഡറൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഓരോരോ പ്രോഗ്രാം ഞാനിപ്പോൾ പറയുന്നത് ഇത് തന്നെ എക്സാമിന് ചോദിക്കണമെന്നില്ല. ഉറപ്പാണ് ഇങ്ങനത്തെ നിർബന്ധമായി ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഈ സെയിൽസ് കമ്മീഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എക്സാമിന് ചോദിക്കും എന്നൊന്നും ഉറപ്പില്ല. ഇതൊന്നും ചോദിച്ചില്ല എന്ന് തന്നെ വരും. പക്ഷേ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് കണ്ട് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത്, ആ രീതിയും കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇത് ഓരോന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങളത് സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങളതൊന്ന് കാണാതെ എഴുതി നോക്കുമ്പോഴേ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കി സ്വയം പ്രോഗ്രാമിൻ്റെ ആ ഒരു മൂഡിലേക്ക് വരികയുള്ളൂ, ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് എഴുതപ്പോഴെങ്കിലും പിന്നെ നിങ്ങൾക്ക് ആ ലോജിക്ക് കണ്ട് ആൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് സാമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാംസ് തന്നെ എക്സാമിന് ചോദിക്കും എന്നൊന്നുമില്ല, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഡെവലപ്പ് ആവും, പ്രോഗ്രാം എഴുതുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരും. അതനുസരിച്ച് അൽഗോരിതം അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വയം എഴുതാനായിട്ട് സാധിക്കും എക്സാമിന്. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്താൽ മാത്രം പോരാ, ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ പ്രോഗ്രാം തന്നെ നിങ്ങൾ കാണാതെ എഴുതിയും കൂടെ നോക്കണം. തെറ്റുകയാണെങ്കിൽ തെറ്റിട്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഈ പ്രോഗ്രാം നോക്കി ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്നാലും മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് ആ പ്രോഗ്രാം എഴുതി നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഐഡിയ എന്താണ്, ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഈ കാണുന്ന പ്രോഗ്രാം ഒന്നും കാണാതെ പഠിച്ചുകൊണ്ട് എക്സാമിന് എഴുതാനായിട്ട് ഒക്കത്തില്ല. ഒന്നാമത് ഈ പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല, അതിന് ഒന്നാമത്തെ റീസൺ. മാത്രമല്ല ഇതൊന്നും കാണാതെ പഠിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം പോകാൻ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം കാര്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.